ഹേ ഗായ്സ്, നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളെ യൂട്യൂബർ അഖിലിൻ്റെയും അതുപോലെ ഭാര്യ മേഘയുടെയും വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു എന്താ പറയുക, കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അഖിലിൻ്റെ വൈഫ് എന്താ പറയുക അച്ഛൻ്റെ വീട്ടിലാണ്, അവൾ ഒളിച്ചോടിയിട്ടൊന്നുമില്ല, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയതാണ്, എന്തൊക്കെയോ കഥകൾ ഇങ്ങനെ മേയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ വിരാമം വിട്ടുകൊണ്ട് ഞെട്ടിക്കുന്ന ഒരു വോയിസ് റെക്കോർഡാണ് ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നുള്ളത്. മേഘന്റെ അച്ഛന്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നിലവില്. പക്ഷെ ആദ്യം പോയത് ഒരു ബസ് കണ്ടക്ടർ കൂടെ തന്നെയായിരുന്നു. അപ്പം അഖിലിന്റെ ഭാര്യ ഈ മേഘക്ക് രണ്ടച്ഛന്മാരാണ്, രണ്ടാനച്ഛനും ഒന്നാനച്ഛനും ഉണ്ട്. അപ്പോൾ ഈ അഖിലിന്റെ അമ്മ മേഘയുടെ അമ്മ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പം അത് ഡിവോഴ്സ് ആയിട്ടാണ് ഈ ലേഡി, ഈ മേഘയുടെ അമ്മ വേറെ കല്യാണം കഴിച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? അപ്പം അതിലൊരച്ഛനുണ്ട്, വേറെ രണ്ടാനച്ഛൻ. അപ്പൊ നേരായ അച്ഛൻ്റെ അടുത്താണ്, സ്വന്തം അച്ഛൻ്റെ അടുത്താണ് മേഘ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ മേഘയുടെ അച്ഛന്റെ ഒരു കൂട്ടുകാരനാണ് ഇപ്പോൾ ഒരു വോയിസ് റെക്കോർഡ് വിട്ടിട്ടുള്ളത്. പിന്നെ അഖിലിന്റെ വീട്ടിൽ നിന്ന് മേഘ കുറെ എന്താ പറയാ സഹിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അവളിപ്പോ അച്ഛൻ്റെ അടുത്താണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? എന്താ പറയാ, അച്ഛൻ്റെ അടുത്ത് അഖിലിന്റെ അച്ഛനും അമ്മയും പറയുന്നതിന്റെ അപ്പുറം അഖിലില്ല. അവർ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. ഫുഡ് കഴിക്കുമ്പോൾ പോലും എന്താ പറയുക അച്ഛനെ കണ്ട് എഴുന്നേറ്റ് നിൽക്കും എന്നൊക്കെയാണ് അവൾ പറയുന്നുള്ളത്. അത്രയും പേടിയാണ് അഖിലിന്റെ അച്ഛനെയും അമ്മയെയും. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒക്കെ ഒരു വീർപ്പുമുട്ടൽ അനുഭവപ്പെടുകയും അതുപോലെ വേറെ താമസിക്കാന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അഖിലിനെ അത് സമ്മതമല്ലായിരുന്നു. അതിനിടയിലാണ് ഈ ബസ് കണ്ടക്ടർ ആയിട്ട് പ്രേമായതും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് അവൾ പറയുന്നുള്ളത്. ഇപ്പം എന്തായാലും ഇദ്ദേഹത്തിന്റെ വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാം. സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ അദ്ദേഹം. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. പക്ഷേ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ അമ്മയും കൂടെ ജീവിക്കുമ്പോ അവരെ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാണ് വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടിയാണ്. ഇത് ഒന്നാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവുമുണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി ഞാനാണ്. ഈ കുട്ടിയെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് സിയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബിൽഡിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങൾ. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടയും കലവാകുമ്പം തട്ടിമുട്ടി നോക്കി ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു.
അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നതും അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ വരികയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഇവരുമായിട്ട് കമ്പനിയാവുകയും അവനിലൊരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങി പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നോ? അതെ അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പായി പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനുവിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനുവിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല, 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനുവ്. ജോലി കിട്ടിയെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല, താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നു പോകുന്ന അന്നു കാശ് കിട്ടും. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണനില്ലേ വിവാദ നായിക, ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. 4 ദിവസം, 4-ാമത്തെ 5-ാമത്തെ ദിവസം കുട്ടി വിളിച്ച് പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല? ഇല്ല, അനുഭവമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീൽ വരും. വക്കീൽ വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കില്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ടു പോകുകയല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനുവുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനുവ് ഉപേക്ഷിച്ചിട്ടില്ല, അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ അവരുടെ എത്ര ഫാമിലി ഫ്രണ്ടാന്നേ, ഈ പുള്ളി ഞാനും ചന്തു ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖില് ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും പുറത്ത് പറയും, തെളിവ് സഹിതം പുറത്ത് വിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖിൽ. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡവും ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നം ഉണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പക ഉണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്, അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖിൽ പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ട് ഞാൻ വരികയായിരുന്നു. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കൾ അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖിലും നിരസിച്ചു. അതാണ് വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് അവിടെ ഉള്ളത് ഒറ്റയ്ക്ക്? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ കേസിൽ ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതുവരെ അയാൾക്ക് അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, അച്ഛന് ഏതൊരച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അങ്ങനെ ഒരു ഇത് പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണ് ഇപ്പം? ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളിയുടെ. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, 2 ജോലിക്ക് ഒരു ബന്ധുവുണ്ട്. പിന്നെ ഇതിപ്പോ അഖിലിന്റെ അച്ഛനും അമ്മയും കാരണമാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാനായിട്ട് അവളെ പ്രേരിപ്പിച്ചതെന്നാണ് പറയുന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി എന്താ പറയാ, അത് വേറെ എന്തൊക്കെയോ വഴികൾ ഉണ്ടായിരുന്നു. ഈ ഒരു വഴിയല്ലല്ലോ തെരഞ്ഞെടുക്കണേ. ഞാൻ ഇതിലൂടെ യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാല് നമുക്ക് ആ ഒരു ലൈഫിൽ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ പാരന്റ്സിനെ അറിയിക്കും, അതല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകും, വീട്ടിലേക്ക് ഇറങ്ങി. ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് വേറൊരാളെ പ്രേമിച്ച് എന്നിട്ട് അയാളുടെ കൂടെ ഒളിച്ചോടി എന്നിട്ട് അവിടുന്ന് വേറൊരു നാടകം അച്ഛൻ്റെ അടുത്താന്നുള്ളതെന്ന് പറയും. ഇപ്പം നിലവിൽ 4 ദിവസം മാത്രമേ അനൂപിന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. 5-ാമത്തെ ദിവസം അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്.
അപ്പൊ അവൾക്ക് രണ്ടാനച്ഛലില് ഒരു അനിയത്തി ഉണ്ട് എന്നൊക്കെ പറയുന്നു. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ ശരിയായിട്ട് അറിയണമെങ്കിൽ എന്താ പറയുക, അഖിലിന്റെ പാരന്റ്സും കൂടി ഇതിനൊക്കെ മറുപടി തരണം. മനസ്സിലായില്ലേ? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ഇപ്പൊ ആർക്കും അറിയില്ല. ഇവിടുന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ ശരിയായ ഒരു അവസ്ഥ ഒന്നെങ്കിൽ എന്താ പറയാ മേഘ പറയണം, അതല്ലെങ്കിൽ എന്താ പറയാ അഖിലിന്റെ അച്ഛനും അമ്മയും പറയണം. അതല്ലെങ്കിൽ ഇതിങ്ങനെ ഓരോരോ തലത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. എന്തായാലും എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.